ആദിവാസി കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ മനോജിനെ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ജീവനക്കാരും ചേർന്ന് മർദ്ദിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി. തോപ്രാംകുടി ടൗണിൽ വെച്ച് നടത്തിയ യോഗം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. മാതാവിന് അനുവദിച്ച വീടിന്റെ രേഖകളുമായി മാതാവിനെയും കുട്ടി അഡ്വക്കേറ്റ് കെ മനോജ് വാത്തിക്കുടി പഞ്ചായത്ത് സെക്രട്ടറിയെ കാണുവാനായി അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തിയപ്പോൾ സെക്രട്ടറിയും ജീവനക്കാരും ചേർന്ന് മനോജിനെ മർദ്ദിച്ചെന്നാണ് ആരോപണം. ഇടുക്കി മെഡിക്കൽ കോളേജിലും തുടർന്ന് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും കെ മനോജ് ചികിത്സ തേടിയിരുന്നു. ഹൃദ്രോഗിയും ആദിവാസി സമുദായത്തിൽപ്പെട്ട ആളുമായ അഡ്വക്കേറ്റ് കെ മനോജിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് യോഗം സംഘടിപ്പിച്ചത്. തോപ്രാംകുടി ടൗണിൽ വെച്ച് നടത്തിയ പ്രതിഷേധം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. വളരെ ക്ഷീണരായിരുന്ന മനോജ് തളർന്ന് കസേരയിലിരിക്കുമ്പോഴാണ് ശ്രീ വിജയകുമാർ മറ്റക്കരയും ശ്രീ തങ്കച്ചനും എത്തിച്ചേരുന്നത്. മനോജ് വളരെ ക്ഷീണിതനാണ്. അദ്ദേഹം വെള്ളം ചോദിച്ചു, കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ കണ്ട ആദിവാസിക്കൊന്നും വെള്ളം കൊടുക്കാനുള്ള പഞ്ചായത്ത് ഓഫീസ് എന്ന് പറഞ്ഞ ജീവനക്കാരനുണ്ട് എന്നാണ് പറഞ്ഞത്. ജീവനക്കാരനാണോ ജീവനക്കാരിയാണോ? രണ്ടുപേരും പ്രതികളാണ്. പഞ്ചായത്ത് സെക്രട്ടറി മാത്രമല്ല, പഞ്ചായത്ത് ജീവനക്കാരനും ജീവനക്കാരിയും പ്രതിയാണ്. ശ്രീ തങ്കച്ചനും വിജയകുമാറും ചെന്നപ്പോൾ വളരെ ക്ഷീണിതരായി കുഴഞ്ഞിരിക്കുന്ന മനോജിനെയാണ് കണ്ടത്. അവർ പറഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത് എന്താ? പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു മദ്യപിച്ചിട്ടുണ്ട്, അതാണ് പരിശോധിക്കേണ്ടതെന്ന് പറഞ്ഞു. ആട്ടെ, മനോജിനെ ആദ്യം ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറിയും ആശുപത്രിയിൽ കൊണ്ടുപോയി മനോജിന്റെ വൈദ്യപരിശോധന നടത്തി. മനോജിന്റെ വൈദ്യപരിശോധനപ്പോൾ മനോജ് മദ്യപിച്ചിട്ടില്ല. മനോജിന് പക്ഷേ കൂടുതൽ ചികിത്സ വേണം. കാരണം മനോജ് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റലിലാണ്. എല്ലാ മാസവും ചെക്കപ്പെടുന്നതാണ്. അവിടുത്തെ മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്കാനിങ് നടത്തണം എന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ തൊടുപുഴ സെന്റ് മേരീസിൽ കൊണ്ടുപോയി. സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാനിങ് നടത്തിയപ്പോൾ മനോജിന് ചെവിയുടെ പുറകിൽ തലച്ചോറിൽ രക്തസ്രാവമുണ്ട്. മനോജിന് രക്തസ്രാവമുണ്ട്. അതുകൊണ്ട് മനോജിന് ഒബ്സർവേഷൻ നടത്തി, സ്കാനിങ് നടത്തി, ഒബ്സർവേഷൻ നടത്തി. 2 ദിവസം കഴിഞ്ഞപ്പോൾ പോലീസ് വന്ന് മനോജിന്റെ മൊഴിയെടുത്തു. ആ മൊഴി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ അധ്യക്ഷനായിരുന്നു. DCC മുൻ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ മുഖ്യപ്രഭാഷണം നടത്തി. KPCC എക്സിക്യൂട്ടീവ് അംഗം AP ഉസ്മാൻ, ജെയ്സൺ K ആന്റണി, അഡ്വക്കേറ്റ് KB സെൽവം, വിജയകുമാർ മറ്റക്കര, മിനി സാബു, തോമസ് മൈക്കിൾ, വിനോദ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു.